ഒരു സ്വകാര്യം പറയാനുണ്ട്, ആരോടും പറയണ്ട. ഇന്ന് രാവിലെ നീച്ചപ്പോൾ തോന്നിയാ നാട്ടിൽ പോകണമെന്ന്. അൽഹംദുലില്ലാ അള്ളാൻ്റെ കാരുണ്യം കൊണ്ട് റീഎൻട്രി അടിച്ചു, ടിക്കറ്റ് എടുത്തു, ഇതാ ഇവിടം വരെ എത്തി. വീട്ടിൽ ഇതുവരെ അറിഞ്ഞിട്ടില്ല, ഉമ്മാക്കോ ഉപ്പാക്കോ വൈഫിനോ ആർക്കും അറിയില്ല. ഇൻഷാ അല്ലാ നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി കാണാം. ഓക്കെ, പോയി വരാട്ടോ. പോയി വരുമ്പോഴത്തേന് സുന്ദരിക്കുട്ടിയുടെ കണ്ണൊക്കെ തുറന്നു കണ്ടാ. നാട്ടിൽ പോയിട്ട് വരാം. അപ്പൊ ഉഷാറായി ഇവിടെ ഉണ്ടാവണം കേട്ടോ. ഒച്ച സുന്ദരി കുട്ടികളെ നേരെ നോക്കണം കേട്ടോ. ഞാൻ പോയി വരാട്ടോ. ഹലോ ഇർഷാദേ, എടാ നാട്ടിലൊന്ന് പോണെന്ന് വിചാരിക്കണ്ട. അപ്പൊ ഈ ടിക്കറ്റ് എന്താ റേറ്റ് നോക്ക് ഇന്നക്കത്തിന്. ഇന്ന് ആടാ ഇന്ന് ഒന്നുമല്ല, ജസ്റ്റ് രാവിലെ നീച്ചപ്പോ നാട്ടിലൊന്ന് പോണെന്ന് തോന്നി. അപ്പൊ ഒന്ന് പോയി പോരാന്ന് വിചാരിച്ചിട്ടാ. എന്താ റേറ്റ് നോക്ക്. ചെറിയ പൈസ ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 100-200 റിയാലിനൊക്കെ കിട്ടുകയാണെന്ന് വെച്ചാൽ ഒന്ന് പോവാലോ. അതൊക്കെ ഒന്ന് ചെക്കാക്കിട്ട് പറ. ചെറിയ പൈസക്ക് വല്ല ഓഫർ എന്തെങ്കിലും ഉണ്ടോ? കോഴിക്കോട് അയ്യോ ഫ്ലൈനാസ് ഉണ്ടോ? 350? എടുത്തോ, ഒന്നും നോക്കണ്ട. ഞാൻ പാസ്പോർട്ടിന്റെ കോപ്പി എന്റെ അടുത്തില്ലേ പഴയത്, അല്ലാണ്ട് ഞാൻ വാട്സപ്പിൽ ഇപ്പൊ ഫോർവേഡ് ചെയ്യാ. എടുത്തോ, ടിക്കറ്റ് എടുത്തോ. ഓക്കെ, ഇന്നിട്ടോ, ഇന്ന്, നാളെ അല്ല. ഓക്കെ, ഡൺ. പുള്ളി മോനെ. അപ്പൊ ഗൈസ് നാട്ടിൽ പോവാണ്. നാട്ടിൽ പോണെന്ന് രാവിലെ നീച്ചപ്പോ ഒരു മൈൻഡ്, പണിക്കുവാനൊന്നൊരു മൂഡില്ല. അപ്പൊ അങ്ങനെ വിചാരിച്ചു നാട്ടിലൊന്ന് ജസ്റ്റ് പോയി പോരാന്ന്. നാട്ടിൽ പറഞ്ഞിട്ടൊന്നുമില്ല, സർപ്രൈസാണ്. ആരോടും പറഞ്ഞ, ഞാൻ തന്നെ ഇപ്പോഴാണ് അറിയുന്നത്, പിന്നെ ആരോടെങ്കിലും പറയുന്നത്. പണികൾ ഒരുപാടുണ്ട്. മുടി വെട്ടണം, എന്തെങ്കിലുമൊക്കെ കുട്ടികൾക്ക് മിഠായി എന്തെങ്കിലുമൊക്കെ വാങ്ങണം. അപ്പോൾ ഇൻഷാ അല്ലാ നാട്ടിൽ നിന്ന് കാണാം. എല്ലാം പെട്ടെന്നായിരുന്നു. ചട എന്ന് പറഞ്ഞ പരിപാടി ഇതാ ടിക്കറ്റ് എടുത്തു. ഓക്കെ, ഇനി ഇന്ന് വൈകുന്നേരത്ത് 8 മണിക്ക് റൂമിൽ നിന്ന് ഇറങ്ങണം. 11 മണിക്ക് പ്ലെയിൻ ഇൻഷാ അല്ലാ. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ ടിക്കറ്റ് എടുത്തു. ഇപ്പോൾ ബത്തയിൽ വന്ന് കുറച്ച് പർച്ചേസ് ചെയ്യുക. എന്തായാലും പെട്ടെന്നുണ്ടായ തീരുമാനമല്ലേ. അപ്പോൾ അതിന് കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ജസമോളുണ്ട്, അക്ബറുണ്ട്, ജുമാനയുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നെസ്റ്റോയിൽ വന്നപ്പോൾ അവിടെ നിന്നൊരു റയാൻ കുറേ ആയി പറയുന്നു മീൻ വേണം, ചൂണ്ടിലിടുന്ന മീൻ വേണമെന്ന്. അപ്പോൾ അത് മേടിച്ചു, മിഠായി മേടിച്ചു, ചോക്ലേറ്റ് മേടിച്ചു, പിന്നെ ഡ്രസ്സ് എടുക്കാൻ കയറി. തിരുമ്പാനുള്ള സമയം കിട്ടിയിരുന്നെങ്കിൽ ഡ്രസ്സ് എടുക്കേണ്ടിയിരുന്നില്ല. ഇതിപ്പോൾ തിരുമ്പാനുള്ള ടൈം പോലും ഇല്ല. അതുകൊണ്ട് തൽക്കാലം ഒരു പാൻറ്റും ഒരു ടീഷർട്ടും എടുത്തു. കുഴപ്പമില്ല, നല്ല ഇഷ്ടപ്പെട്ടു, ഫിറ്റാണ്. പിന്നെ ഈത്തപ്പഴം മാർക്കറ്റ് കയറി അത്തീക്കയിൽ നിന്ന് ഈത്തപ്പഴം വാങ്ങി. അങ്ങനെ ഈത്തപ്പഴം വാങ്ങി ഞങ്ങൾ പോകുന്ന സമയത്താണ് ജസമോള് ചെയ്ത്താന കല്ലെറിയുന്ന സ്ഥലം എന്ന് അവൾ പറയുന്നത്. മീനയിൽ ഉള്ള ടെൻറ്റുകൾ കണ്ടിട്ട് ഉംറക്ക് പോയ സമയത്തെ അവിടെ ഹജ്ജിൻ്റെ അറഫയിലും മീനയിലൊക്കെ ടെൻറ്റ് ഉണ്ടാവുമല്ലോ, ചെയ്ത്താൻ എറിയുന്നത്, അത് കണ്ടിട്ട്. അപ്പോൾ ഇവിടെ കണ്ട ഈ ടെൻറ്റ്, പച്ചക്കറി മാർക്കറ്റിലെ ടെൻറ്റ്, അവൾ വിചാരിച്ചത് ചെയ്ത്താനം കല്ലെറിയുന്ന ടെൻറ്റാണ്. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി, സാധനങ്ങളൊക്കെ മേടിച്ച് പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് റൂമിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ദിവസം കൊണ്ടാണ് ഇതെല്ലാം പ്ലാൻ ചെയ്യുന്നത് എന്ന് ഓർക്കണം. ഇപ്പോൾ അതെ പെട്ടി കെട്ടുന്ന തിരക്കിലാണ്. പെട്ടി കെട്ടാൻ ഇഷ്ടംപോലെ ആളുകളുണ്ട്. റയാനും അഫ്ലും അല്ലാത്ത എല്ലാവരും ഉണ്ട്. ജസമോളുണ്ട്, അസ്മിയുണ്ട്, അസ്ഹറുണ്ട്, കുഞ്ഞിപ്പാത്തുണ്ട്. കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു, പെട്ടികെട്ടലും കഴിഞ്ഞു, പരിപാടിയും കഴിഞ്ഞു. ഒരു ദിവസം കൊണ്ട് എല്ലാം പെട്ടെന്ന്. ടിക്കറ്റ് എടുക്കലും കഴിഞ്ഞു അല്ലേ. ഇതാ യാത്രയൊക്കെ എത്ര ആൾക്കാരാണ്. ഇതാ ഒരു ചോട്ടോ ഒപ്പം വന്നവരാണ്. ആർക്കും എല്ലാവർക്കും ഒപ്പം പോരണമെന്ന് താല്പര്യമുണ്ട്. ഇവിടെ നിൽക്കാൻ ആർക്കും താല്പര്യം. ആർക്കല്ലേ? ഇതുണ്ടോ അസ്മിയുണ്ടോ? പൂച്ചക്കുട്ടികളൊക്കെ എന്നെ എന്നാ കാണാൻ അറിയില്ല. ഇനി വരുമ്പോഴത്തേനും ഇവിടെ യാത്ര പറഞ്ഞു പോട്ടെ. ഹലോ, മൂന്നാളും നല്ല ഉറക്കത്തില്ല. ബൈ. പോയി വരാട്ടോ. പോയി വരുമ്പോഴത്തേന് സുന്ദരിക്കുട്ടിയുടെ കണ്ണൊക്കെ തുറന്നു കണ്ടാ. നാട്ടിൽ പോയിട്ട് വരാം. അപ്പൊ ഉഷാറായി ഇവിടെ ഉണ്ടാവണം കേട്ടോ. ഓക്കെ, കാര്യമൊന്നും വേണ്ട. ഇന്റെ കട്ടുമ്പോ കടന്നോ കേട്ടോ. കൊച്ചു സുന്ദരി കുട്ടികളെ നേരെ നോക്കണം കേട്ടോ. ഞാൻ പോയി വരാട്ടോ. ഓക്കെ, പറഞ്ഞ കേൾക്കണ്ടോ? നാട്ടിൽ പോയിട്ട് വരാം. ഓക്കെ, ബൈ. അപ്പൊ അങ്ങനെ പോകാൻ യാത്ര നേരെ പോയി. എല്ലാവരും റെഡി ആക്കും. പറഞ്ഞേക്കാം 10 മിനിറ്റ് നേരത്തെ എല്ലാവരും റെഡി ആക്കും. വീട്ടിൽ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, പോയി വരാം. അവിടെ നിന്നോ. അപ്പൊ പോയി വരാം.
എന്റെ ലാപ്പേ പോണ നാട്ടില് ഫേക്കോട്ടിൽ ഇവിടെ ഉണ്ടല്ലോ മൂത്താപ്പ് പോകും ഫേക്കോട്ടിൽ ഇവിടെ ഉണ്ടല്ലോ എവിടേക്കാ ഫേക്കോട്ടിൽ ഇങ്ങോട്ട് ഉണ്ടോ പോയി വരാം. ടാറ്റ ബൈ ബൈ. അടുത്ത ആഴ്ച കാണാം. അങ്ങനെയാണ് നാട്ടിൽ പോവാണ്. അസീസിയ മെട്രോ സ്റ്റേഷനിൽ എന്റെ ഒപ്പം വന്ന എല്ലാവരും ഉണ്ട്. എന്താ ജസ് പറഞ്ഞത്? നിറച്ച് മണിക്കൂർ കുടിക്കോ? നാട്ടിൽ നിന്ന് ഞാൻ വരുമ്പോ എന്റെ ഒപ്പം പോകുന്ന എല്ലാ ടീമും ഉണ്ട്. പക്ഷെ ഓലൊന്നും പോരില്ല. ഓലൊക്കെ മെയിൻ ആൾക്കാർ. ഓലൊക്കെ റിയാദിൽ നിൽക്കും. ഓലൊക്കെ നാട് വേണ്ടെന്നാ പറയണത്. നാട്ടിൽ നിക്കണ്ട, ഇവിടെ നിന്നാ മതി എന്ന്. ജസേജുണ്ടോ? അസ്മിണ്ടോ? അസറുണ്ടോ? അത് ശരി. എന്നാ പോലെ ആ പെട്ടിയിലും ഇട്ടാ മതിയായി. അല്ലെ ആ ബാഗ് കയറിയിരുന്നോ? ഭ്രാന്തന്മാരും ഭ്രാന്തേളം ഉണ്ടോ? അസ്മിയോടെ ഉറങ്ങിയോ? മേലക്കൂടെ പോയിട്ട് നമുക്ക് പാർക്കിക്ക് അങ്ങനത്തെ എയർപോർട്ടിലെത്തി. നമ്മള് എയർപോർട്ടാ. റിയാദിങ്ങനെ തണുത്ത് ഉറക്കുക. ഈ തണുപ്പിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ നാട്ടിൽ പോവാ. ഓക്കെ, ആരോടും പറഞ്ഞിട്ടില്ല. സർപ്രൈസ്. ബാക്കി നമുക്ക് നാട്ടിൽ ചെന്നിട്ട് കാണാം. ഇപ്പൊ ഞാനാ നാട്ടിൽ പോണ, നിങ്ങളാ പോകുന്നത്? പോയി വരാം, നാട്ടിൽ പോയി വരാം. ആരോടും പറയണ്ട, ആളെത്തിട്ട് പറ. ബോർഡിംഗ് പാസ് കിട്ടി, നാട്ടിൽ പോവുകയാണ്. ആരോടും പറയണ്ട, സീക്രട്ടാണ്. അവിടെ ചെന്നിട്ട് നമുക്കൊരു സർപ്രൈസ് കൊടുക്കാം. ഓക്കെ, റെഡി അല്ലേ? റെഡി. ഓയ് പൊടി കൂടി ചെയ്തില്ല. ഇങ്ങോട്ടല്ലേ അങ്ങോട്ട്. അതെ ടാറ്റ. അത് ടാറ്റ ചോക്ക്. അത് ടാറ്റ കുഞ്ഞാപ്പ അങ്ങോട്ട് ടാറ്റ അടിച്ചോ. അപ്പോൾ അവരൊക്കെ അവിടെ പിന്നിൽ നിന്ന് ടാറ്റ കാട്ടുന്നുണ്ട്. ഞാൻ പോന്നു, എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട്. ഇൻഷാ അല്ലാ. അങ്ങനെ നമ്മളിതാ എമിഗ്രേഷൻ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഫ്ലൈറ്റിലോട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ മോർണിംഗ് ഇൻഷാ അല്ലാ നാട്ടിൽ കാണാം. അങ്ങനെ മക്കളെ, നമ്മൾ വിമാനത്തിൽ കയറി. വിമാന യാത്രക്കുള്ള ഒരുക്കാണ്. എനിക്ക് വിൻഡോ സീറ്റ് തന്നെ വേണം, മൂലക്ക് തന്നെ വേണമെന്ന് പറഞ്ഞ് ഞാൻ അതൊക്കെ ചോദിച്ച് വാങ്ങിയിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി വീഡിയോ നാട്ടിൽ ചെന്നിറങ്ങിയതിന് ശേഷം വൈഫിനെ കാണുന്നതും കുട്ടികളെ കാണുന്നതും ഉമ്മാനെ കാണുന്നതും എല്ലാവരെയും കുടുംബാംഗങ്ങളെ കാണുന്നതും ഒരു സർപ്രൈസായിട്ട് അവരെ കാണുന്ന ഷോക്കടിപ്പിക്കുന്ന സീനുകൾ ഇൻഷാ അല്ലാ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.